ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ മണിക്കൂറുകളോളം നീണ്ട ഉപദേശം പറഞ്ഞ് നമ്മളെ മുഷിപ്പിക്കുന്നവരേക്കാൾ ഏറ്റവും മികച്ചത് നമ്മുടെ സങ്കടങ്ങൾ സമാധാനത്തോടെ കേൾക്കാനും നമ്മുടെ തോളിൽ തട്ടി ഒരു ചിരിയോടെ നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും ആശ്വാസവും പകർന്നു നൽകുന്നവരാണ്. ജീവിതത്തിൽ നനയ്ക്കാതെ വരുന്ന പ്രശ്നങ്ങളിൽ തളരാതെ ഏറ്റവും വിശ്വാസം ഉള്ളൊരു തണലിലേക്ക് സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. നമ്മളറിയാതെ നമ്മളെ സ്നേഹിക്കുന്നവർ എന്നും എപ്പോഴും കൂടെ കാണും, ഒരു നിഴൽ പോലെ. പരസ്പരം സംസാരിക്കാൻ കഴിഞ്ഞാലല്ലേ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഉള്ളു തുറന്ന് പരസ്പരം സംസാരങ്ങൾ ഉണ്ടാവട്ടെ. ചുറ്റും നിൽക്കുന്നവർ പറഞ്ഞതുകൊണ്ട് പതിര് കതിരാവില്ല. കൂടെ നിൽക്കുന്ന ആരും അംഗീകരിക്കാത്തതുകൊണ്ട് കതിരിലെ കാമ്പും നഷ്ടപ്പെടില്ല. സ്വന്തം വിധിയിലും സ്വന്തം പ്രവൃത്തിയിലും സ്വയം വിശ്വസിക്കുക. ആത്മാർത്ഥതയ്ക്ക് പ്രകാശം കുറവാണ്. അതെന്നും ചോദ്യം ചെയ്യപ്പെടും, മാറ്റി നിർത്തപ്പെടും, അവഗണിക്കപ്പെടും. നിത്യവും തിരസ്കരികാരങ്ങൾ ഏറ്റുകൊണ്ടേയിരിക്കും. പക്ഷേ അഭിനയങ്ങൾക്ക് പ്രഭ കൂടുതലാണ്. അംഗീകാരങ്ങളും സ്വീകാര്യതയും ഏറെയാണ്. നമ്മുടെ അനുവാദമില്ലാതെ വന്നവർ നമ്മുടെ അനുവാദമില്ലാതെ പോകുവാനുമുള്ള ആ ഇടമാണ് ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കുന്നത്. കെട്ടുറപ്പും ബലവുമുള്ളത്. സ്വാർത്ഥമാകരുത്. ഒരു നാൾ നമ്മളിലേക്ക് ഇടിച്ചു കയറി വന്നു. നമുക്കൊപ്പം കുറച്ചു ദൂരം സഞ്ചരിച്ച് പെട്ടെന്നൊരു നാൾ നമ്മളെക്കാൾ മികച്ചത് എന്ന് തോന്നിയ മറ്റൊരാളെ കിട്ടുമ്പോൾ നമ്മളിൽ നിന്നും ഒന്നും പറയാതെ ഇറങ്ങിപ്പോകുവാനുള്ള സ്വാതന്ത്ര്യവും ഇടവും ഏതൊരു ബന്ധത്തിലും കരുതണം. എല്ലാം തികഞ്ഞവർ എന്നത് ഓരോ മനുഷ്യരുടെയും മിഥ്യാധാരണകൾ മാത്രമാണ്. കൂടെയുള്ളപ്പോൾ ക്ഷമിക്കാവുന്ന തെറ്റുകൾ ക്ഷമിച്ചും പൊറുത്തും ചേർത്ത് നിർത്താൻ ശ്രമിക്കാം. ഒന്ന് രാവിരുട്ടി വെളുക്കും മുമ്പ് രക്ഷിതാക്കളും കുടുംബങ്ങളും ബന്ധുക്കളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടമാകും എന്ന ഒരു ഓർമ്മ വേണം. മനുഷ്യ, നിൻ മുൻധാരണകളെല്ലാം ശരിയല്ല എന്ന അറിവ് പ്രകൃതി പോലും നൽകുമ്പോൾ, ഇല്ല, എന്റെ ധാരണകൾ മാത്രമാണ് ശരിയെന്ന് വെറും വാശി പിടിക്കുന്നു നമ്മൾ മനുഷ്യരിൽ ചിലർ. കരയുന്നത് സ്വാഭാവികമാണ്. കരയുന്നതിൽ ഒരു തെറ്റുമില്ല. കരയുന്ന മനുഷ്യർ ഒരു അസാധാരണ കാഴ്ചയല്ല. ചിരിക്കുന്ന മനുഷ്യരോളം സാധാരണ കാഴ്ച മാത്രമാണ്. പുറമെ എത്ര അടവുകൾ പയറ്റിയാലും, പുറമെ തോൽക്കില്ല എന്ന് എത്ര വാശി പിടിച്ചാലും, ഒരിക്കലെങ്കിലും സ്വന്തം മനസ്സാക്ഷിയോട് സ്വയം ചോദിച്ചു നോക്കുക. കണ്ടിട്ടും അറിഞ്ഞിട്ടും സ്വയം ബോധ്യമായിട്ടും ഒന്നും മനസ്സിലായില്ല എന്ന ആ അഭിനയിക്കൽ സ്വയം തോൽക്കും എന്നറിയാവുന്ന ഒരാളുടെ ആവനാഴിയിലെ അവസാന അടവാണ്. പുഞ്ചിരിക്കാൻ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. വില കൂടിയ അമൂല്യ രത്നങ്ങളെക്കാൾ വിലയേറിയതാണ് പുഞ്ചിരി. രോഗപ്രതിരോധ ശേഷി ഏറ്റവും അടങ്ങിയ സൗജന്യ ദിവ്യ ഔഷധമാണ് പുഞ്ചിരി. പുഞ്ചിരി അതൊരിക്കലും കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ളതാകരുത്. മറ്റുള്ളവരെ കളിയാക്കുവാനും ആകരുത്. പുഞ്ചിരി ഉള്ളു തുറന്ന് ഉള്ളതാകണം. കാണുന്നവരുടെ ഉള്ളും പുഞ്ചിരിക്കുന്നവരുടെ സൗന്ദര്യവും 10 മടങ്ങ് വർദ്ധിക്കുകയുള്ളൂ എന്ന് മറന്നുപോകരുത്. ദാമ്പത്യം ചില സമയങ്ങളിൽ ഉത്തരമില്ലാത്ത കടങ്കഥയായി മാറും. അന്യോന്യം കാണാതിരിക്കാൻ കഴിയാത്ത, കണ്ടാൽ കണ്ണിൽ പ്രണയം നിറയുന്ന രണ്ടുപേർ ചില സമയങ്ങളിൽ പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറും. കണ്ണുകളിൽ വിദ്വേഷം പുകയും. ചിലപ്പോൾ മടുപ്പും വിരസതയും നിറയും. മറ്റു ചിലപ്പോൾ ആവേശം കരകവിയും. തീർത്തും പ്രവചിക്കാൻ പറ്റാത്ത വഴികളിലൂടെ ഒഴുകുന്ന പുഴയെന്നെല്ലാം ദാമ്പത്യത്തെ വിശേഷിപ്പിക്കാം. ഒരു ഘട്ടത്തിൽ പങ്കാളികൾക്ക് പരസ്പരം ഇഷ്ടമില്ലായ്മയോ സ്നേഹക്കുറവോ തോന്നുന്നത് തീർത്തും അപൂർവമല്ല. പുറത്തു പറയുന്നില്ലെങ്കിലും പലർക്കും ചിലപ്പോഴെല്ലാം പങ്കാളിയോട് അനിഷ്ടമുണ്ടാകും, വെറുപ്പുണ്ടാകും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ ദാമ്പത്യത്തിൽ തുടരുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പങ്കാളിയെ വെറുക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഉള്ളിലെ ആ വെറുപ്പ് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. പങ്കാളിയോടുള്ള സ്നേഹം മറയുന്നതും അവരോട് വെറുപ്പ് തോന്നി തുടങ്ങുന്നതും കൃത്യമായ സൂചനകളിലൂടെ
മനസ്സിലാക്കാൻ സാധിക്കും. ആ സൂചനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സൂചനയാണ് കണ്ണിൽ നോക്കാതിരിക്കുക. പങ്കാളിയെ ഇഷ്ടമല്ലെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് അവരുടെ മുഖത്ത് അല്ലെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതിലുള്ള വിമുഖതയാണ്. അങ്ങനെ സംസാരിക്കാതിരിക്കാൻ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഇത്തരക്കാർ പരമാവധി ശ്രമിക്കും. പങ്കാളി ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഒന്നുകിൽ ഫോണിൽ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത മട്ടിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന മട്ടിലോ ആയിരിക്കും ഇവർ സംസാരിക്കുക. രണ്ടാമത്തെ സൂചനയാണ് ഒന്നിച്ച് സമയം ചിലവിടാൻ മടി. ഒരു വ്യക്തിക്ക് പങ്കാളിയോട് അനിഷ്ടം തോന്നിത്തുടങ്ങിയാൽ അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ അവർക്ക് ഒരു താല്പര്യവും ഉണ്ടാകില്ല. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള കാരണങ്ങളും അവസരങ്ങളും അവർ കണ്ടെത്തും. മൂന്നാമത്തെ സൂചനയാണ് വാക്കുകളിലും പ്രവൃത്തികളിലും അടുപ്പമില്ലായ്മ. പങ്കാളിയോട് നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്ടം നഷ്ടപ്പെട്ടു എന്നതിന്റെ മറ്റൊരു തെളിവാണ് അടുപ്പം തോന്നിക്കുന്ന ഒരു കാര്യത്തിനും മുൻകൈ എടുക്കാത്തത്. സംസാരത്തിലോ പ്രവൃത്തികളിലോ ഇഷ്ടം തോന്നിപ്പിക്കാതിരിക്കുകയും അവരുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്ടപ്രകടനങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നത് അവരോട് ഉള്ളിൽ വെറുപ്പ് തോന്നുന്നു എന്നതിന്റെ ലക്ഷണമാണ്. ഇതിൽ പറയുന്ന നാലാമത്തെ സൂചനയാണ് അവരുടെ അസാന്നിധ്യം സന്തോഷം നൽകുക. പങ്കാളിയുടെ അസാന്നിധ്യം സന്തോഷമോ സുരക്ഷിതത്വമോ നൽകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. അതുപോലെ പങ്കാളിയുടെ സാന്നിധ്യത്തിൽ അസ്വസ്ഥതയും ശ്വാസം മുട്ടലും ദേഷ്യവും തോന്നുന്നുണ്ടെങ്കിലും അത് അവരോടുള്ള സ്നേഹക്കുറവിന്റെ സൂചനയാണ്. അവരോട് അകൽച്ച ഉള്ളിൽ വളർന്നുവെന്നാണ് അത് വ്യക്തമാക്കുന്നത്. അഞ്ചാമത്തെ സൂചനയാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വാധീനിക്കാതിരിക്കുക. സാധാരണ ദാമ്പത്യത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ പങ്കാളിയുടെയും ജീവിതത്തെയും സ്വാധീനിക്കും. എന്നാൽ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അത് പങ്കാളിയോട് ഇഷ്ടമില്ലെന്ന് സൂചിപ്പിക്കുന്നു. അവരുടെ സന്തോഷമോ വിജയമോ സങ്കടമോ പരാജയമോ നമ്മളിൽ ഒരു വികാരവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പങ്കാളിയോട് നിങ്ങൾക്ക് അകൽച്ചയുണ്ടെന്ന് ഉറപ്പാക്കാം.